ബയോളജിക്കൽ കൺട്രോളാണ് ശാശ്വതമായിട്ടുള്ള കീടനിയന്ത്രണം എന്നാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. അതെ അതെ. അല്ല, അവസാനം പറഞ്ഞത് ബയോളജിക്കൽ കൺട്രോളാണ്. അപ്പൊ അതിനാണ് പക്ഷികൾ, ചേര, മൂങ്ങ. ഓക്കെ. അപ്പോ ഒരു മൂങ്ങ എന്ന് പറഞ്ഞ പക്ഷിക്ക് തന്നെ വേണത്ര ഒരു 4-5 പോരാ എലികൾ വേണമെന്നൊരു ദിവസം. അപ്പൊ അത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പം ആരും അങ്ങനെ പിടിക്കണില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വക പക്ഷികൾ ഇപ്പോൾ ചെമ്പോത്ത്, അതുപോലെ ചേരയൊക്കെ ശ്രദ്ധിച്ചില്ല, സോറി, ചേരയൊക്കെ മാളത്തിനകത്ത് കയറിയിട്ട് എലി പിടിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്കത് ഇഴഞ്ഞു പോകണമെന്നുള്ളൊരൊറ്റ കുറ്റാണ് അത് ചെയ്തിട്ടുള്ളൂ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിടിച്ച് തല്ലിക്കൊല്ലും. അപ്പോൾ ഈ കിളികളെയും ജീവജാലങ്ങളെയൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഏരിയ പ്രകൃതിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. അത് നമ്മൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ചെയ്തായിരുന്ന പോലെ കാവുകളെ പോലെ വിട്ടുകൊടുത്താൽ, ഇപ്പോൾ ദേവസാറൊക്കെ കാട് ആയതിനു ശേഷം ആശാരിനെ വിളിച്ച് പക്ഷിക്ക് വേണ്ട കൂടുണ്ടാക്കിയിട്ട് ഉയരത്തിൽ കെട്ടി വെച്ച് കൊടുത്ത് ഇറങ്ങുമായിരുന്നു. അപ്പം അതിൽ ആദ്യം വന്നത് മൈനയാണ്. സാറ് കെട്ടി വെച്ച് ഇറങ്ങി കഴിഞ്ഞ് ഉടനെ മൈന വന്നിരുന്നു ഇത്രയും ഉള്ളിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ. എന്താ പറയുക, ഉടുമ്പ് വരെ എത്തിയിട്ടുണ്ട്. ഉടുമ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ സാറിൻ്റെ കാട്ടിൽ. പിന്നെ ഒരു സ്വർണ്ണ നിറത്തിലുള്ളൊരു നല്ലൊരു മൂർഖൻ പാമ്പ് എത്തിയിട്ടുണ്ട്. അത് കാരണം കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവിക പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക, സ്വാഭാവികമായിട്ടുള്ള ഒരു കാവ് പോലെ സൃഷ്ടിച്ചെടുക്കാനും പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് ഒരു സസ്യം മുളച്ചു വരിക അല്ലെങ്കിൽ പൊടിച്ചു വരികയാണ്. നമ്മളത് വെട്ടിക്കളഞ്ഞു, വീണ്ടും പൊടിച്ചു വന്നു. അത് പൊടിച്ചു വരുമ്പോഴൊക്കെ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും പൊടിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ കാവിന് പറ്റിയ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയുടെ മുകൾ പരപ്പിൽ നമ്മൾ ജലം ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഭൂമിക്ക് അടിയിലും ജലത്തിൻ്റെ സ്രോതസ്സുകളുണ്ട്, ജലത്തിൻ്റെ ഒഴുക്കുണ്ട്. നമ്മളിപ്പോൾ കിണർ ഒഴിക്കുമ്പോൾ വെള്ളം കണ്ടു എന്നൊക്കെ പറയുന്ന പോലെ ഭൂമിക്ക് അടിയിലുണ്ട് ജലത്തിൻ്റെ ഒഴുക്ക്. അപ്പോൾ ഈ 2 സ്ട്രീം വന്ന് കൂട്ടിമുട്ടിയിട്ട് അതിങ്ങനെ ഒഴുകി വല്ല തോട്ടിലോ കായലിലോ പുഴയിലോ അല്ലെങ്കിൽ കടലിലേക്കോ അത് ഭൂമിക്ക് അടിയിലൂടെയും പോകും. ഈ സ്ഥലത്ത് പ്രകൃതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 10,000-കണക്കിന് വിത്തുകൾ എറിയും, ഒരുപാട് വിത്തുകൾ എറിയും, പല സസ്യങ്ങളുടെ വിത്തുകൾ എറിയും. അതിൽ ഈ സ്ട്രീം വന്ന് മുട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, ഏരിയ ഉണ്ടല്ലോ, അവിടെ വീണത് നന്നായി മുളച്ചു വരും. അതിനെ ഈ വെട്ടിക്കളഞ്ഞാലും പോവില്ല, അത് വീണ്ടും വീണ്ടും മുളച്ചു വരും. അതിൻ്റെ അടുത്ത് വേറൊരെണ്ണമായിട്ട് ഇങ്ങനെ അവിടെ ചെറിയൊരു ഫോം ചെയ്ത് വരും, കാട് പോലെ. അതാണ് പണ്ടത്തെ കാലത്ത് കാവായിട്ട് നിർത്തിയിരുന്നത്. ആ മരങ്ങളുടെ വേര് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, താഴെ പോയിട്ട് ജലത്തിനെ തടയുക വരും. അവർക്ക് വെള്ളം വേണം എന്തായാലും. അത് തടഞ്ഞു കഴിഞ്ഞാൽ ആ സ്പ്രെഡ് ആവും അവിടെ വെള്ളം. അപ്പോൾ പോയിരുന്ന സ്ട്രീം ഉണ്ടല്ലോ, അത് കുറച്ച് സ്പ്രെഡ് ആവാൻ തുടങ്ങും. അപ്പോൾ അടുത്ത മരം അതിൻ്റെ അടുത്ത് വരും. അങ്ങനെ കുറച്ച് ചെടികൾ നിറച്ച് വരും. ഈ വെള്ളത്തിനെ കൂടുതൽ തടുക്കാൻ തുടങ്ങും ഇവരുടെ വേരുകൾ. എന്ന് വെച്ചാൽ അവർക്ക് വെള്ളം വേണം. അപ്പോൾ വെള്ളം അവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. അതാണ് പഴയ കാലത്ത് കാവുകൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം പറ്റുമെന്ന് പറയാൻ കാരണം. കുളത്തിലെ വെള്ളം പറ്റും, കിണറ്റിലെ വെള്ളം പറ്റും. ഇതാണ് കാവും കിണറും കുളവും തമ്മിലുള്ള ജലസ്രോതസ്സുകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള സ്ഥലത്താണ് കാവുകൾ രൂപപ്പെടുള്ളൂ. 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ 10 സെന്റ് നമ്മൾ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. പ്രകൃതിക്ക് വിലസാനായിട്ട് വിട്ടുകൊടുക്കണം എന്നാ പറയാ. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, 10 സെന്റ് പോയി അത്രയും നഷ്ടമല്ലേ എന്നാ തോന്നുന്നു. അവിടെ അങ്ങോട്ട് ഒരു 10 തെങ്ങ് വെക്കാലോ. പക്ഷെ 10 സെന്റ് പ്രകൃതിക്ക് വിട്ടുകൊടുത്താൽ നമുക്ക് 1 ഏക്കർ 10 സെന്റിൽ നിന്ന് കിട്ടുന്ന അത്രയും വിളവ് കിട്ടും. കാരണം അവിടെ ജൈവ വൈവിധ്യം കൂടും. നമ്മളുടെ ഏരിയയിലേക്ക് വേണ്ട ജൈവ വൈവിധ്യം അതിൻ്റെ ഉള്ളിൽ തന്നെ കൂടും. കാരണം അവിടെ കാവ് എന്ന് പറഞ്ഞാൽ വീഴുന്നതൊന്നും നമ്മൾ എടുക്കില്ല, നശിപ്പിക്കില്ല, കത്തിക്കില്ല. കാർബൺ കണ്ടന്റ് കൂടും.
നമ്മളുടെയൊക്കെ മണ്ണിലെ കാർബൺ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ <1% ഉള്ളൂ. 3% കാർബൺ കണ്ടന്റ് മണ്ണിലുണ്ടെങ്കിലാണ് നന്നായിട്ട് വിളവ് കിട്ടുള്ളൂ. 3% ഉണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടും. ഈ കാർബൺ കണ്ടന്റ് 8% കാട്ടിലൊക്കെ, നല്ല മഴക്കാടുകളിലൊക്കെ 8% മുകളിൽ കാർബണിന്റെ കണ്ടന്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നനയ്ക്കേണ്ട ആവശ്യമില്ല. 8% എത്തിക്കുകയാണെങ്കിൽ, മണ്ണിലെ കാർബൺ കണ്ടന്റ് 8% എത്തിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നനയ്ക്കേണ്ട ആവശ്യമില്ല. അവിടെ ബാക്ടീരിയകൾ വർക്ക് ചെയ്യും. ബാക്ടീരിയകൾ വർക്ക് ചെയ്യുമ്പോൾ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ അവര് കോടിക്കണക്കിനാണ്. അപ്പം അത് ചത്തടിയുമ്പോൾ അതിലത്തെ ജലം മണ്ണിലേക്ക് തന്നെയല്ലേ ചേരുക. കോടിക്കണക്കിന് ബാക്ടീരിയകൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഒരേ സമയത്ത്. അതായത് നമ്മളിപ്പോൾ ഒരു പൊത ഇടുക എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ കള വളരുക. നമ്മൾ കളയെ കുറിച്ച് പഠിക്കാൻ പോകണം. കള എന്തിനാന്ന് വെച്ചാൽ മണ്ണിലേക്ക് സൂര്യപ്രകാശം വീണാൽ അവിടെ കള മുളയ്ക്കും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും സൂര്യൻ്റെ പ്രകാശം തട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പൂപ്പൽ വരുന്നുണ്ടാവും. സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് പൂപ്പൽ വരും. ഓട്ടും പുറത്തായാലും ടെറസിൻ്റെ മുകളിലായാലും സൂര്യ വെളിച്ചം വീണു അവിടെ അപ്പോൾ പൂപ്പൽ വരും. അതേപോലെ തന്നെയാണ് മണ്ണിലും. ഭൂമിനെ രക്ഷിക്കാനായിട്ട് അപ്പോൾ അവിടെ കളകൾ മുളയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുല്ലുകളൊക്കെ വരും, വേഗം വരും. വെയിൽ വീണാൽ അപ്പോൾ വരും. നമ്മളുടെ വിചാരം എന്താ, മണ്ണിൽ വൃത്തികേടായി കണ്ണി കണ്ടതൊക്കെ മുളയ്ക്കണു എന്നുള്ളതാണ് നമ്മളുടെ വിചാരം. അതൊക്കെ പറിച്ച് കളയുക, വൃത്തിയാക്കി വെക്കുക. ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ മണ്ണിനെ രക്ഷിക്കാനായിട്ട് പ്രകൃതി ചെയ്യുന്നതാണ്. അപ്പം തന്നെ അത് മുളച്ചു വരും. പിന്നെ മണ്ണിൽ ഡയറക്റ്റ് കാറ്റ് മണ്ണിൽ കൊണ്ടാൽ നമ്മൾ തുണി തുരട്ടമാരിക, മണ്ണ് ഡ്രൈ ആവും. നമ്മുടെ സ്കിൻ ഡ്രൈ ആവണ പോലെ തന്നെയാണ് ഭൂമി. ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. മനുഷ്യ നീ മണ്ണാകുന്നു. അപ്പോൾ മണ്ണ് കാറ്റടിച്ചാലും മണ്ണ് ഡ്രൈ ആവും. വെയിൽ കൊണ്ടാൽ മണ്ണിലെ ജലാംശം പറ്റും, മണ്ണിലെ ജലം നഷ്ടപ്പെടും. കാറ്റ് കൊണ്ടാലും വെയിൽ കൊണ്ടാലും ഭൂമിയിലെ ജലാംശം നഷ്ടപ്പെടും. അപ്പോൾ അതിനെ സംരക്ഷിക്കാനാണ് ചെടികൾ വളരേണ്ടത്. അപ്പം തന്നെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ വരും. പിന്നെ മഴ വീണാൽ, ശക്തിയായിട്ട് മഴ പെയ്തു തുടങ്ങിയാൽ കളകളില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ആകെ കലങ്ങി കുത്തി മുകളിലത്തെ മേൽമണ്ണ് മുഴുവൻ ഒലിച്ചു പോകും. അപ്പം നമ്മളൊരു 10 സെന്റ് മാറ്റി വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ സകല ജീവജാലങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റും. മൂങ്ങ, അതിന് നല്ലൊരു മരം കിട്ടുകയാണ്, അതിനൊരു കൊത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരും. ഇപ്പം മൂങ്ങകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അത് സ്ഥലം കണ്ടെത്തിയത് പള്ളിയുടെ അവിടെ അതും ഇപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഡിസൈൻ ചെയ്യണം. അത് ഇരിക്കുന്ന സ്ഥലം മുഴുവൻ വെള്ളം നിറാക്കുകയും ചെയ്യും കാഷ്ടിച്ചിട്ട്. നേരം വിളിച്ചാകുമ്പോഴേക്കും നല്ല വെളുപ്പ് നിറാക്കിയിട്ടുണ്ടാവും. പിന്നെ ഈ മണ്ണ് ഇപ്പം ഞാനൊക്കെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴേ, എൻ്റെ പാമ്പുംകാവുണ്ട്, സർപ്പക്കാവ്, അവിടുന്ന് അതിൻ്റെ സൈഡിലത്തെ നല്ല കറുത്ത മണ്ണായിരിക്കും. കാരണം ഈ അവിടെ അടിക്കൊന്നുമില്ല, അടിച്ച് വാരി അല്ലെങ്കിൽ തീയിടൊന്നും ചെയ്യില്ല. അപ്പോൾ ഇലകൾ വീണ് ഒരുപാട് ചെടികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊരു 1000-600 വർഷം പഴക്കമുള്ള കാവുമാണ്. ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ സൈഡിലത്തെ മണ്ണ് ഞങ്ങളെടുത്ത് ഗ്രോ ബാഗിൽ നിറയ്ക്കും. എന്നിട്ട് അതിലാണ് ചെടി നല്ല ഗ്രോത്താണ്. അതിൽ കക്കപ്പൊടി ഇട്ടിട്ട്, പിന്നെ അധികം വളം ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ ജസ്റ്റ് പിണ്ണാക്കോ എല്ലുപൊടിയോ അല്ലെങ്കിൽ കുറച്ച് ചാണകം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. അത് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യും. അപ്പോൾ എല്ലാവരും 4 ഭാഗത്തുനിന്ന് മാന്താൻ തുടങ്ങി. ഗ്രോ ബാഗിലാണ് സാധാരണ പറയാം 1:1:1. അതായത് മണ്ണ് ചാണകം എന്നുള്ള രീതിയിൽ. അതിൽ എല്ലുപൊടി വേണം, പിണ്ണാക്കുകൾ, പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന കാർബൺ കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നത് പറഞ്ഞതല്ലേ, അതുപോലത്തെ ഉപയോഗിക്കാം. കരിയിലകൾ വേസ്റ്റ്, ജൈവ അവശിഷ്ടങ്ങൾ. കക്കപ്പൊടി ഇട്ടുണ്ടോ? എന്ത് കേടാ വരുന്നത്? മുളക്. പിന്നെ പപ്പായ,
മഞ്ഞൾപ്പൊടി ആയാലും മണ്ണ് നോക്കി വെക്കും. ഒരു പപ്പായ നമുക്ക് നല്ലതായിരിക്കും. ബാക്കി എല്ലാതും കലർന്നു. ഇങ്ങനെ കുരുടിച്ച് വന്നിട്ട് തലൊടിഞ്ഞു പോകും. പപ്പായ എന്തായാലും ടേസ്റ്റ് പപ്പായ ഗ്രോ ബാഗിലാണോ? അല്ല അതല്ല പപ്പായ മുടങ്ങാൻ മണ്ണ് നോക്കേണ്ടി വരും. നമ്മളുടെ കുറേ പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. നമ്മളുടെ വാഷിംഗ് മെഷീൻ്റെ ഔട്ട്ലെറ്റ് എവിടേക്കാണ്? അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആണ്. ഡിറ്റർജൻറ്റ് വെള്ളം എന്ന് പറഞ്ഞാലേ ഭയങ്കര ആ ഭാഗത്തില്ലെങ്കിൽ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവും. കാരണം ഈ സാധനം ഭയങ്കര എല്ലാറ്റിനെയും അലിയിച്ച് കൊണ്ടുവരും. കിണറ്റിലേക്ക് കൊണ്ടുവരും ഏറ്റവും അധികം. കിണറിലെ വെള്ളം വൃത്തിയാക്കി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വാഷിംഗ് മെഷീൻ്റെ ഔട്ട്ലെറ്റ് വെച്ചിട്ട് ഇപ്പം നമ്മളോട് പറയും കക്കപ്പൊടി ഇട്ടിട്ട് ക്ലിയർ ആവുന്നില്ല വെള്ളം, നിങ്ങൾ വെറുതെ പറയാമെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വാഷിംഗ് മെഷീൻ്റെ ഔട്ട്ലെറ്റ് നോക്കിയാൽ മതി. അവിടെ അടുത്ത് എവിടെയെങ്കിലും കിണറിൻ്റെ അടുത്തായി. അപ്പോൾ ഈ കാവുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഗൾഫിലൊക്കെ കാട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു പരിപാടി കാണുന്നുണ്ടല്ലോ. അവർ ചെടികൾ നിറച്ച് വെക്കുക, വരി വരിയായിട്ട് ചെടികൾ വലിയ വലിയ വൃക്ഷങ്ങളാവുന്നതിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ച് നനച്ച് കോടികൾ ചിലവാക്കണം. അവർ കോടികൾ ചിലവാക്കി നനച്ചുകൊണ്ടിരിക്കുക. ഈ നന നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പൈസ ഇല്ലാതെയായി, നനയ്ക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഒറ്റ വർഷം കൊണ്ട് ആ കാട് നശിച്ചു പോകും. നമ്മളുടേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആദ്യം നമ്മൾ ഭൂമിക്കടിയിലെ ഉറവ നോക്കും. സ്വാഭാവികമായിട്ടുള്ള വനം എങ്ങനെയാണോ വളർന്നു വരുന്നതെന്ന് പഠിച്ചിട്ട് ചെയ്യുന്നത്. അതൊരു കാലത്ത് നശിക്കില്ല. ഈ ഒരു സ്ഥലത്തൊരു കാവ് രൂപപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞില്ല, അവിടെ അടിയിലത്തെ വെള്ളം സ്പ്രെഡാവും. അതിൻ്റെ ജലസ്രോതസ്സിനെ തടയും. അവർ ഒരു തടയണ പോലെ ഉണ്ടാക്കിയിട്ട് ആ വെള്ളം അടിയിൽ ഭൂമിക്ക് അടിയിൽ സ്പ്രെഡാവും. അപ്പം നമ്മുടെ ആ ഏരിയയിലുള്ള കിണറുകളിൽ കുളങ്ങളിലൊക്കെ വെള്ളം വരും. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ വേറെ സ്ഥലത്തും ഉണ്ടാവും. ഇങ്ങനെ വന്ന് ജംഗ്ഷൻ കൂടുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ ഇതുപോലെ ചെറിയ കാവ് വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, പല സ്ഥലത്തുണ്ടാവും പാമ്പും കാവുകൾ. അപ്പോൾ അങ്ങനെ ഒരു കാവ് പോലെ രൂപപ്പെടും. പിന്നെ അത് വലുതാവാൻ അനുവദിക്കുകയാണെങ്കിൽ അത് സ്പ്രെഡായിട്ട് ഇത് രണ്ടും കൂടി ഒന്നാവും. അങ്ങനെയാണ് വനമായിട്ട് രൂപപ്പെടുന്നത്. ആദ്യ തുടക്കം പൂപ്പല്, നമ്മൾ പൂപ്പായി എന്ന് പറയില്ലേ, പൂപ്പലിൽ പോലെ വന്ന് അതിൽ നിന്നാണ് ചെറിയ പുല്ലുകൾ വന്ന് ചെടികൾ വന്ന് കുറ്റിച്ചെടികളായി മരങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലത്തെ ജലസ്രോതസ് നോക്കിയിട്ടാണ്. പിന്നെ വെയിൽ വീഴുന്ന സ്ഥലം. അപ്പോൾ ഈ കാവിൻ്റെയും വെള്ളത്തിൻ്റെയും കണക്ഷൻ ഇതാണ്. പറയില്ലേ, കാവ് നശിപ്പിക്കരുത്, കുളം നശിപ്പിക്കരുത് എന്ന് അമേരിക്കയിൽ നിന്ന് മെസ്സേജ് വന്നെന്ന് പറഞ്ഞിരുന്നൊരു കാലത്ത്. അമേരിക്കക്കാർ പറഞ്ഞ ഇന്ത്യയിലത്തെ കേരളത്തിലത്തെ കാവുകൾ സംരക്ഷിക്കണമെന്ന് പറയാൻ കാരണം ഇതാണ്. കാവുകളും നമ്മളുടെ ജലസ്രോതസ്സുകളും തമ്മിലുള്ള കണക്ഷൻ. എൻ്റെ ഗുരുവായൂരത്തെ വീട് ഞാൻ ഒരു പഴയ വീടാണ്. അതിലൊരു 4 കോലിന് കിണറിന് താഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാലത്തും പറ്റില്ല. വളരെ ചെറിയ കിണറാണ്, താഴ്ചയില്ലാത്ത. എപ്പോഴും വെള്ളം ഉണ്ടാവും. എവിടെ വെള്ളം പറ്റിയാലും നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവും. പക്ഷെ അത് പറ്റി. പാമ്പുംകാവ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് പറ്റി. കാരണം ഒരുപാട് മരങ്ങൾ മുറിച്ചു. ഇപ്പം നമ്മളുടെ ഈ മണ്ണൊലിപ്പുണ്ടായി എന്നൊക്കെ പറയണില്ലേ വയനാട്ടിലൊക്കെ, അവിടെ കാടായിരുന്നു. വലിയ മരങ്ങൾ നിന്നിരുന്ന സ്ഥലമാണ്. ഈ മരം മുറിച്ച് നീക്കി കഴിഞ്ഞാൽ ഇവരുടെ വേരുകളുണ്ടല്ലോ ഒരുപാട് ദൂരത്തേക്ക് എത്തിയിട്ടുണ്ടാവും. നല്ല വണ്ണമുള്ള വേരുകളാവും. ഇത് ദ്രവിച്ചു പോകുമല്ലോ. സ്വാഭാവികമായിട്ട് ഒരു ചെടി നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ കുറേ കഴിയുമ്പോൾ ദ്രവിച്ചു പോകും. ഇത് ദ്രവിച്ചു പോയാൽ എന്താ അവിടെ ഉണ്ടാവുമെന്നറിയോ? ഒരു തണലുണ്ടാവും. വലിയ പൈപ്പ് ലൈൻ ഇട്ട പോലത്തെ സ്ഥലങ്ങളായിരിക്കും. കുറേ സ്ഥലങ്ങളുണ്ടാവും. ഒരു ചെടി മാത്രമല്ലല്ലോ, കണ്ടമാനം ചെടി. ശരിക്കും അവിടെ ഭൂമിയുടെ അടിഭാഗം കാലിയാവും. വെള്ളം വരുമല്ല, അത് ഇരിക്കും. ഒരുപാട് സ്പേസ്. ഒരു ചെടിയല്ല, കാട് എന്ന് പറയുമ്പോൾ കണ്ടമാനം വലിയ വലിയ മരങ്ങളുടെ വേരുകൾ അടിയിലുണ്ടായിരുന്നിരിക്കും. അത് മുഴുവനായിട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് പോരും. അത് പിന്നെ നമ്മൾ കാവിനെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഏരിയയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കൃഷി. അപ്പോൾ നമ്മളുടെ ഭൂപ്രദേശത്ത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സസ്യങ്ങൾ ഏതാണ് വെക്കാനെന്നുള്ളത്.
തീരുമാനിക്കേണ്ടത്. ആ കാവിലെ സസ്യങ്ങൾ നമ്മുടെ നാട്ടിലൊരു കാവുണ്ടെങ്കിൽ ആ കാവിൽ ഏതൊക്കെ സസ്യങ്ങൾ വളരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ അതേ വർഗത്തിൽപ്പെട്ട നമുക്ക് ഭക്ഷണം തരുന്ന സസ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കൃഷി ചെയ്താൽ നല്ല രസമായിട്ട് വളരും, നന്നായിട്ടുണ്ടാവും ഏരിയയിൽ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ വനം സൃഷ്ടിക്കുകയാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം കഴിഞ്ഞ് ശ്രദ്ധിക്കാതെ ആകുമ്പോൾ അത് ഉണങ്ങിപ്പോകും. മനുഷ്യൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാലേ നമ്മൾ കൃഷിസ്ഥലം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ മനുഷ്യർ ഉപയോഗിക്കേണ്ട സ്ഥലമായിട്ട് വേറെ സ്ഥലം മാറ്റും. നമുക്ക് നടക്കാനുള്ളൊരു വഴിയിടും. കൃഷി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് നമുക്ക് നടക്കാനായിട്ട് വഴി ഇടുന്ന വേണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാൽപാദം തൊടുന്ന സ്ഥലത്ത് ഒരു പുല്ല് മുളക്കില്ല. മനുഷ്യൻ്റെ കാല് വെക്കുന്ന സ്ഥലം 2 ദിവസം കാല് വെക്കുന്നത് ഒരേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പുല്ല് നശിച്ചു പോകും, മണ്ണാവും അവിടെ. കണ്ടുണ്ടാവും. പൊള്ളണേക്കാൾ ഭയങ്കരമാണ് നമ്മുടെ സ്പർശനം എന്ന് പറഞ്ഞാൽ. അത് ഇടപെടൽ ഉണ്ടാവാതിരിക്കാനാണല്ലോ കാവ് എന്ന് പറഞ്ഞതൊക്കെ. പേടിപ്പിക്കൽ തന്നെയാണ് പ്രധാനമായിട്ട്. ദൈവത്തിനെ പറഞ്ഞിട്ടും പേടിപ്പിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളെ പറഞ്ഞിട്ട് പേടിപ്പിക്കും. പിന്നെ ഓരോ ചെടികളുടെ കമ്പാനിയൻ ഉണ്ട്, നമ്മളുടെ സുഹൃത്തുക്കളെ പോലെ. ഇന്ന ചെടിയുടെ അടുത്ത് ഇന്ന ചെടി വെച്ചാൽ അവർ രണ്ടുപേരും നന്നായിട്ട് വളരും. അത് മനസ്സിലാക്കണം. ചില സസ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം വെച്ച് ചിലതിന് ടെറിട്ടറി ഉണ്ട്. അപ്പോൾ പുളി നിൽക്കുന്ന സ്ഥലം അവിടെ വേറെ ഒരു ചെടിയും വളരില്ല. അതിൻ്റെ നമ്മൾ പറയാം ഇല വീണ് അതിൻ്റെ പുളിപ്പ് കൂടിയിട്ടാണ് മണ്ണിൽ വേറെ ഒന്നും ഉണ്ടാവാത്തതെന്ന് പറയാം. പക്ഷെ അവരുടെ ടെറിട്ടറിയാണ്. എൻ്റെ സ്ഥലത്ത് വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി. മുള. പിന്നെ സൂര്യപ്രകാശം വീഴുന്ന സ്ഥലത്ത് മാത്രമേ കളകൾ മുളയ്ക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതായത് ഇപ്പോൾ ജാതിയുടെ അടിയിൽ, ജാതി എന്ന് പറഞ്ഞാൽ ഫുൾ കവേർഡ് ആയിരിക്കും. മാക്സിമം സൂര്യപ്രകാശം അത് കവർ ചെയ്തെടുക്കും. അതിൻ്റെ അടിയിൽ പുല്ല് മുളയ്ക്കില്ലല്ലോ. പക്ഷെ അവിടെ pH കറക്റ്റാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പണികൾ മുഴുവൻ ബാക്ടീരിയകൾ ഏറ്റെടുക്കും. ഈ കളകളുടെ ജോലി ബാക്ടീരിയ ഏറ്റെടുക്കും. മണ്ണിനെ സംരക്ഷിക്കുക, ജലം പിടിച്ചു നിർത്തുക, എല്ലാ കാര്യങ്ങളും. ശരിക്കും ഭൂമിയുടെ ശരിക്കുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർന്നും താഴ്ന്നും മലപ്പുറം ജില്ല പോലെയാണ്. നമ്മളുടെ തമിഴ്നാട്ടിലേക്ക് കണ്ടില്ലേ, ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുക. അതല്ല ശരിക്കും ഭൂമിക്ക് വേണ്ടത്. ഉയർന്നും താഴ്ന്നുള്ള കുന്നുകൾ, താഴ്വാരങ്ങൾ, വെള്ളം നിൽക്കാനുള്ള സ്ഥലം വേണം. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചെടികൾക്ക് ജീവിക്കാനുള്ള സ്ഥലം വേണം. ഇപ്പോൾ നമ്മൾ തേക്കടി കാട്ടിലേക്ക് പോയപ്പോഴാണ് ദേവത്താർ കാണിച്ചു തന്നൊരു കുന്ന്. അതിലേക്ക് കാട് കയറി വരികയാണ്. കാടുള്ള കുന്നുകളുണ്ട്, നിറച്ച് മരങ്ങൾ നിൽക്കുന്ന കുന്നുകളുണ്ട്. പക്ഷെ ചില കുന്നിൻ്റെ മുകളിൽ പുല്ല് വരും ആദ്യം. അത് കഴിഞ്ഞിട്ട് ഒരു ചെടി ഇവിടെ ഇങ്ങനെ വലുതായി വരുന്നുണ്ടാവും. പിന്നെ ഒരു ചെടി കുറച്ച് ദൂരത്ത്. ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാർ ഇങ്ങനെ ഗെയിം കളിക്കില്ലേ കുട്ടികൾ, വെടിവെച്ച് ഓടിച്ചെന്ന സ്ഥലത്ത് ഒളിച്ചിരുന്നു, പിന്നെ അവിടുന്ന് വെടിവെച്ച് വേറെ സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേശ്ശെ കയറിച്ചില്ല. ഇതേപോലെ മരങ്ങൾ ഉണ്ടായി വരുന്നതാണോ കുന്നിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ആയിട്ട് അവരിങ്ങനെ അറ്റാക്ക് ചെയ്ത് കയറി പോകണമെന്ന്. അത് സാറ് തേക്കടി പോകുമ്പോൾ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത്. നമുക്കറിയില്ല അത് അവിടെ ഒരു മരം ഇവിടെ ഒരു മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ സാറ് പറയാം അത് പട്ടാളക്കാർ കയറണ പോലെ കയറി അത് കവർ ചെയ്യുന്നതാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ മരങ്ങൾ, സ്ട്രെങ്ത് കൂടിയ മരങ്ങൾ രക്ഷപ്പെടും, ബാക്കിയുള്ള മരങ്ങൾ നശിച്ചു പോകും. അപ്പം അങ്ങനെ ഓടിച്ചെന്ന് കാടുണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എന്ത് പറ്റും? നമ്മൾ ഭൂമി ഡിസൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ കന്നിമൂല എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് അവിടെ നിന്നാണ് കാറ്റ് വരിക. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നാണ് കാറ്റടിക്കുക.
അപ്പോൾ ദയാൽ സാറിൻ്റെ വീട് പണിയുമ്പോൾ ദയാൽ സാറിൻ്റെ പെങ്ങൾ ആദ്യമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഉണ്ടാക്കിയ വീട്, ആദ്യത്തെ വീടാണ്. കന്നിമൂലയിലാണ് കൊണ്ടുപോയിട്ട് അടുക്കള ഉണ്ടാക്കിയത്. തെക്ക് പടിഞ്ഞാറ് മൂല. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാവണ പുകയും വറുത്തിടുന്നതിൻ്റെ ആ എരി പുകച്ചിലും എല്ലാം കൂടി വീട്ടിൻ്റെ അകത്തേക്കാണ് വരിക. അപ്പോൾ ആ ഭാഗത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാറ്റ് അവിടെ നിന്നായിരിക്കും. അപ്പോൾ ഈ കാറ്റിനെ തടുക്കാനാണ് നമ്മൾ ഒരു കാവ്, അതുപോലെ ഒരു കുളം, അതിൻ്റെ ആ കുളത്തിൻ്റെ മണ്ണ് മാന്തിയിട്ട് എടുത്തിട്ട് സാറ് ഒരു കുന്നുണ്ടാക്കി വെച്ചു. അപ്പോൾ വന്ന് കാറ്റടിക്കുന്നത് കുന്നിൻ്റെ മുകളിലും, പിന്നെ കുന്നിൻ്റെ മുകളിൽ തട്ടി താഴത്തേക്ക് കുളത്തിലേക്ക് ഇറങ്ങി പിന്നെ മുകളിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടാണ് സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ പോകുമ്പോൾ കാണാം, ഞായറാഴ്ച പോകുമ്പോൾ കാണാം. അത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ശരിക്കും ഒരു ഭൂമിയിൽ കാവും കുളമായിട്ട് അറേഞ്ച് ചെയ്യാം. വായു സഞ്ചാരം. അല്ല, ഇപ്പം എൻ്റെ വീട് നോക്കിയിട്ട് ഒരു വലിയൊരു ഇയാൾ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീട് ശരിയല്ലാണ്, ആകെ തെറ്റാ, ഇത് ഇവിടെ ആരും നിലനിൽക്കില്ല, എന്ന് നശിച്ചു പോകും. 500-600 കൊല്ലം പഴക്കമുള്ള വീടാട്ടോ, ഇത്ര കാലം ജീവിച്ചു. ഇപ്പൊ പറയാ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ നോക്കേണ്ട ആവശ്യമില്ല, നടുമുറ്റുണ്ട്, പിന്നെ ചെറിയ ചെറിയ കിളിവാതിലുകളാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് വായു ഒറ്റയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് വരുന്നത് ഭയങ്കര ഫോഴ്സിലാണ്. നമ്മൾ ചെറിയൊരു സ്പേസ് കൂടെ കയറിയിട്ട് ഒരു ഓപ്പൺ ആയ സ്പേസ് കിട്ടുമ്പോഴേ വായുവിന് ശക്തി കൂടും. കിളിവാതിലുകളായി, കിളിവാതിലുകള് ചാരുപടിയൊക്കെ ആയിട്ടാണ്. പിന്നെ നമുക്കിനി നമ്മൾ അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ കളകളാണ്. കളകളെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. കളകൾ അല്ലേ, കളകൾ വലിയൊരു പ്രശ്നമല്ലേ. പുതിയ ഡിസൈനുകൾ ഇത് കുളം കുത്തിയത്, ഇതിന്റെ മണ്ണോണ്ടേ കുന്നുണ്ടായി, തെക്ക് പടിഞ്ഞാറുണ്ട്. ഈ കുന്നിന്റെ പോലെ കാവ ഡിസൈൻ, ഉയരം കൂടി മരങ്ങൾ ചെറുതായി ചേർക്കും. അതൊന്ന് ഗ്രൂപ്പിലിട്ടോളോ, റിപ്പോർട്ട് അത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പിലിട്ടോളൂ കേട്ടോ, ഗ്രൂപ്പിലിട്ടോളൂ. എല്ലാവർക്കും കാണാലോ. 3 ഏക്കർ 5 ഏക്കർ ഡിസൈൻ ചെയ്യും. തരിശ് ഭൂമി വെള്ളമൂടെ ഒരു സ്ഥലത്ത് വരും സെന്ററിൽ, അതുമാതിരി പാസേജ്. അത് 5 ഏക്കർ ഒരു 10 ലക്ഷം രൂപ കോസ്റ്റിംഗ് വരും. നമ്മുടെ കാട്ടിൽ നിന്നാണ് അരുവികൾ ഉത്ഭവിക്കുന്നത്. നദികളുടെ ഉത്ഭവം എന്ന് പറയുന്നത് കാട്ടിൽ നിന്നാണ്. അതായത് കാട് എങ്ങനെയാ സ്വയം സസ്റ്റെയിൻ ചെയ്യുന്നത്, സ്വയം നിലനിൽക്കാൻ കഴിയണത് വസ്തുവാണ് കാട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് കാടിനെ മാതൃകയാക്കാന്ന് പറഞ്ഞത്. കാടിലാരും വളമിടണില്ല, നനയ്ക്കണില്ല, ഒന്നും ചെയ്യണില്ല. പക്ഷെ കാടിന് ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ കാവുകളായാലും എത്ര വേനലായാലും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. കളകൾക്ക് ധർമ്മം ഉണ്ടാവില്ലേ? ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ധർമ്മമുണ്ടെന്ന് പറയുകയാണെങ്കിൽ കളകൾക്കും ഒരു ധർമ്മം ഉണ്ടാവില്ലേ? കളകൾക്കും ധർമ്മമുണ്ട്. കളകൾ കളയാനുള്ളതല്ല, എഴുതിക്കൊള്ളു. എന്നാൽ നമ്മളുടെ വിളകൾക്ക് മുകളിൽ കളകൾ വളരാൻ അനുവദിക്കരുത്. വിളകൾക്ക് മുകളിലേക്ക് കളകൾ വളരാൻ അനുവദിക്കരുത്. ചെടിയുടെ ചുവട്ടിലുള്ളത് നമുക്ക് പറിച്ച് അവിടെ തന്നെ ഇടാം. ചെടിയുടെ ഏറ്റവും അടുത്ത് നേരെ ചുവട്ടിൽ മുളയ്ക്കുന്ന കളകൾ നമുക്ക് പറിച്ച് അവിടെ തന്നെ ഇടാം. അപ്പൊ അത് ചെടികൾക്ക് തന്നെ വളമായി തീരും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ബാക്കിയുള്ള കളകൾ പറഞ്ഞുതരാം, മുഴുവൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. ബാക്കിയുള്ള കളകൾ നമ്മൾ വെട്ടി നിർത്തുക, നിലത്തിനോട് ചേർത്ത് വെട്ടി നിർത്തുക, കളച്ച് പറിച്ച് കളയണ്ട. കാരണം അവർക്ക് ചെയ്യാൻ അത് വെട്ടിയിട്ട് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ പൊതയായി സൂര്യപ്രകാശം മണ്ണിലടിക്കില്ല, ചെടികൾക്ക് വളമാവുകയും ചെയ്യില്ല. അപ്പോൾ ഈ കളകളും സൂര്യപ്രകാശം ശേഖരിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അതിൽ ഊർജ്ജം ഉണ്ടാവില്ലേ? കളകളിൽ ഊർജ്ജം ഉണ്ടല്ലോ, അത് മണ്ണിലേക്ക് തിരിച്ച് ചേർത്ത് കൊടുത്താൽ അത് വരുന്നതും കാർബൺ ഊർജ്ജം തന്നെയല്ലേ.
നമ്മളുടെ കർഷകരുടെ ഭാഷയിൽ പറഞ്ഞാലേ ഒരു മണ്ണില് കെടുവളം എന്ന് പറയും. കെടുവളം കേട്ടിട്ടുണ്ടോ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ആകെ കെടുവളാണെന്ന് പറയും. കെടുവളം വളക്കൂറുള്ള കറുത്ത നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല കറുത്ത മണ്ണ്, നല്ല വളക്കൂറുണ്ട് തോന്നും, പക്ഷെ ഒന്നും വിളവുണ്ടാവില്ല. അപ്പോൾ കർഷകരുടെ ഭാഷയാണ് ഇത് കെടുവളാണ് എന്ന് പറയും. അതായത് വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളമായിരിക്കും അവിടെ. വളമാണ് സംഭവം. അപ്പോൾ അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നത് കളകൾക്കാണ്. അതിനെ വലിച്ചെടുത്ത് വളരാൻ കഴിയുന്ന കളകൾ അവിടെ വളരും. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഉണ്ടായ കളയായിരിക്കില്ല അടുത്ത വർഷം. എല്ലാതും ഉണ്ടാവും, പക്ഷെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമല്ലോ, മുൻപന്തിയിൽ നിൽക്കുന്ന ചില കളകൾ ഉണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത്. അത് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ അവസ്ഥ മാറുന്നതിന് വെച്ചിട്ട് കളകളുടെ ഇത് മാറും, ഇനം മാറും. ചെടി വളരില്ല, കായ്ക്കില്ല, കെടുവളം എന്നാ പറയാ. അപ്പോൾ അവിടെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വളരില്ല, വിളവ് കിട്ടില്ല, അങ്ങനെ നശിച്ചു പോകുന്ന രീതിയിൽ നിൽക്കും. വിളകൾക്ക് അനുസൃതമായ രീതിയിൽ മണ്ണിനെ മാറ്റാൻ കഴിയുന്നതാണ് കളകൾ. കളകൾ ഇത് വലിച്ചെടുത്ത് നമ്മൾ തിരിച്ച് മണ്ണിലേക്ക് ചേർത്ത് കൊടുത്താൽ ജൈവവളമായി. സസ്യങ്ങളുടെ അവശിഷ്ടം വീണ്ടും അതിലത്തെ സൂര്യപ്രകാശമുണ്ട്, ഊർജ്ജമുണ്ട്, കാർബൺ ഉണ്ട്, തിരിച്ച് മണ്ണിലേക്ക് ചേർത്ത് കൊടുത്താൽ അത് എല്ലാ സസ്യങ്ങൾക്കും വലിച്ചെടുക്കാൻ പറ്റും. കാരണം സസ്യത്തിൻ്റെ അവശിഷ്ടമല്ലേ. അപ്പോൾ ഈ ഭൂമിയിലെ കെടുവളം എന്ന് പറഞ്ഞ അവസ്ഥയെ മാറ്റിയിട്ട് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ കളകൾക്ക് മാത്രമേ കഴിയൂ. ചില സ്ഥലത്ത് കണ്ടു നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ കള ഗംഭീരമായിട്ട് വളരുന്നുണ്ടാവും. നമുക്ക് ഭ്രാന്ത് പിടിക്കും, ഇത് എന്തൊരു ശല്യം, ഇത് നമ്മൾ വളർത്തുന്നത് ഉണ്ടാവില്ല, ബാക്കിയുള്ളതൊക്കെ ഗംഭീരമായിട്ട് ഉണ്ടാവണമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ഗ്രോത്ത്. പച്ചക്കറി നമ്മൾ എത്ര വളം ജൈവവളം കൊടുത്താലും അതിൽ കിട്ടുന്നതിലധികം നമ്മൾ ചിലത് കാടുമാരി വളർന്ന് വളരെയധികം മത്തയ്ക്ക് പോകുന്നതൊക്കെ ഉണ്ടാവും. അതൊക്കെ പടു മുളയ്ക്കുക എന്ന് പറയും. പടു മുളച്ച് നല്ലോണം ഉണ്ടാവുന്ന പറയും. പക്ഷെ അത് ചിലതിലും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കായ്പയ്ക്ക മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മാമ്പഴമൊക്കെ കയറി അസാധാരണ വലുപ്പത്തിലുണ്ടാവും. പൊട്ടിക്കാനും പറ്റില്ല. അല്ല, അത് ഇപ്പോൾ ഒരു വിത്ത് വീണ് വളരുന്ന സ്ഥലം ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ വീട്ടിലൊരു കറിവേപ്പിൻ്റെ തൈ ഉണ്ടായിട്ടുണ്ട്. അവിടെ കറിവേപ്പ് അങ്ങനെ പിടിക്കാറില്ല. ഒരു തെങ്ങിൻ്റെ വേരിൻ്റെ ഇടയിൽ കൂടെ മുളച്ചു വന്നത്. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് എപ്പോഴും പറയും അതിനൊന്ന് മാറ്റി വെക്കണം, അതിനൊന്ന് മാറ്റി വെക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, അത് അവിടെ നിന്നോട്ടെ, നമ്മളായിട്ട് മാറ്റി വെച്ച് നശിപ്പിക്കണ്ടല്ലോ, അതിനറിയാം അവിടെ നിന്നാലേ രക്ഷപ്പെട്ടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് അത് അവിടെ ഉണ്ടായത്. നമ്മൾ പറിച്ചു വെച്ചതും കുറേ പരിപാലിച്ചതും ഒക്കെ പോയി, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനെ മാത്രമായിട്ട് നശിപ്പിക്കണ്ടല്ലോ, അതവിടെ ഒന്ന് തോട്ടം വെച്ചിരിക്കുക. അപ്പോൾ ആ ചെടി ഉണ്ടാകുമ്പോൾ അതിനറിയാം എനിക്ക് ഇവിടെ നിന്നാൽ നന്നായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അതിനറിയാം. വളരെ അതിശയമുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് എന്താ ഇങ്ങനെ സംഭവം. കളകളപ്പോൾ വെട്ടിയിട്ട് അവിടെ തന്നെ ഇടുക. വിളകളുടെ ചുവട്ടിലുള്ളത് മാത്രം പറിച്ച് കളയുക. പറിച്ച് കളയല്ല, പറിച്ച് അവിടെ തന്നെ ഇടുക. ബാക്കിയുള്ളത് നിലം പരിശായിട്ട് വെട്ടി നിർത്തുക. നമുക്ക് പേടി എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഇടുന്ന വളം മുഴുവൻ കള വലിച്ചെടുത്തിട്ട് നാട് വിട്ടു പോകുന്നതാണ് നമ്മുടെ പേടി. അതും കൊണ്ട് ഓടിപ്പോയില്ലേ. നമ്മുടെ ഭൂമിയിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് നമ്മൾ ഉപയോഗിച്ച കളയായാലും എന്തായാലും ഇപ്പോൾ വിളകൾ തന്നെ നമ്മൾ തിരിച്ച് ഭൂമിക്ക് ചേർത്ത് കൊടുക്കില്ല ചെയ്യേണ്ടത്. അത് സ്വീകരിച്ചിട്ടുള്ള ഇത് കാർബൺ, എനർജി, സൂര്യപ്രകാശം അത് തിരിച്ച് ഭൂമിയിലേക്ക് കൊടുത്താലല്ലേ മണ്ണിന് ജീവൻ ഉണ്ടാവുള്ളൂ. മണ്ണിൽ എത്തപ്പെട്ട സൗരോർജമാണ് മണ്ണിൻ്റെ ജീവൻ. അപ്പോൾ സൗരോർജം സ്വീകരിക്കുന്നത് ചെടികളാണ്. ഈ ചെടികളെ തിരിച്ച് മണ്ണിലേക്ക് ചേർത്ത് കൊടുത്താലാണ് മണ്ണിന് ജീവൻ ഉണ്ടാവുന്നത്. അപ്പോൾ കളകൾ വളരുന്നത് ഗുണമാണോ ദോഷമാണോ? ഗുണമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കളകൾ കളയാനുള്ളതല്ല.
മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് തിരിച്ച് മണ്ണിലേക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ നഷ്ടം വരില്ല എന്ന് മാത്രമല്ല, അതിലേക്ക് മണ്ണിലേക്ക് എനർജി തിരിച്ച് മണ്ണിലേക്ക് എനർജി ശേഖരിക്കപ്പെടും. കാരണം കളകളും സൂര്യപ്രകാശം സ്വീകരിച്ചിട്ടുണ്ട്, തിരിച്ച് മണ്ണിലേക്ക് ചേരുമ്പോൾ അതിലെ എനർജി മണ്ണിലേക്ക് വരുന്നുണ്ട്. ചെടികളുടെ വളർച്ച നമ്മൾ ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. കൃഷി എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യണമല്ലോ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും. സ്പോഞ്ച് ഉണ്ടല്ലോ മണ്ണിൽ, അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് നടക്കും വേരോളം. അപ്പൊ കളകൾ വളരാൻ അനുവദിക്കുക, കളകൾ വളരാൻ അനുവദിക്കുക, അതിനെ തിരിച്ച് മണ്ണിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. പറിച്ച് കളഞ്ഞ് ദൂരേക്ക് കൊണ്ട് കളയരുത്, നമ്മുടെ ഭൂമിയിൽ തന്നെ നിക്ഷേപിക്കുന്നത്. ഇതിനെയാണ് പറയുന്നത് സോയിൽ ബാലൻസിങ് എന്ന് പറയും. സോയിൽ ബാലൻസിങ്, മണ്ണിനെ ബാലൻസ് ചെയ്യാൻ കളകൾക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ ആദ്യം പഠിച്ചത് നല്ല വളക്കൂറുള്ള മണ്ണ് വേണം, ഫെർട്ടിലൈസ്ഡ് സോയിൽ. പിന്നെ നമ്മൾ ഹൈബ്രിഡ് സോയിൽ പഠിച്ചു അല്ലേ? വളക്കൂറുള്ള സോയിൽ വേണം, ഹൈബ്രിഡ് സോയിൽ വേണം, ബാലൻസ്ഡ് സോയിൽ കൂടെ വേണം. ഇതൊക്കെ ഉണ്ടായാലും പോരാ, മണ്ണ് ബാലൻസ്ഡ് ആയിരിക്കണം. ഈ ബാലൻസിങ് കളകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, മനുഷ്യർക്ക് പറ്റില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന പണിയല്ല അത്. മണ്ണിൻ്റെ ബാലൻസിങ് കറക്റ്റ് ചെയ്യുക, അത് കളകൾക്ക് മാത്രം കഴിയുന്ന ഒരു പ്രവൃത്തിയാണ്. കളകൾ സോയിൽ ബാലൻസിങ് ഏജന്റുകളാണ്. കളകൾ സോയിൽ ബാലൻസിങ് ഏജന്റുകളാണ്. അത് അങ്ങനെ ചെയ്താലേ പിന്നെ വിളകൾക്ക് അവിടെ വളരാൻ കഴിയുള്ളൂ. അപ്പൊ അതിനെ തിരിച്ച് പച്ചില വളമാക്കിയിട്ട് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുക കളകളെ. നീതി, സത്യവും ധർമ്മവും നീതിയും. അപ്പോൾ ഈ കളകളുടെ ധർമ്മം നടത്താൻ കളകളെ അനുവദിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നീതി നടപ്പാക്കലല്ലേ. കളകൾക്ക് അവരുടെ ധർമ്മം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക, കളകളെ വളർത്തുക. അപ്പോൾ നമുക്കൊരു മണ്ണ് കിട്ടി, അതിലെ രാസവളം ചെയ്ത് കീടനാശിനി അടിച്ച് കളനാശിനി അടിച്ച് ആകെ കെമിക്കലിട്ട് നശിപ്പിച്ചൊരു മണ്ണാണെങ്കിൽ നമ്മൾ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കളകൾ വളർത്തുക. പറ്റുമെങ്കിൽ കുറച്ച് കോഴിക്കാഷ്ടവും ചാണകമൊക്കെ കാശ് കൊടുത്ത് മേടിച്ച് ഇറക്കിയിട്ട് അങ്ങോട്ട് വെതറി കൊടുക്കുക. അറിയാ അത് ചാണകം വളമല്ല. ചാണകം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളുടെ ഒരു കേന്ദ്രമാണ്. അതായത് കാട്ടിൽ സസ്യജാലങ്ങളുടെ അവശിഷ്ടം വന്ന് വീണതിൻ്റെ മുകളിൽ ജീവജാലങ്ങൾ അവരുടെ കാഷ്ടം നിക്ഷേപിക്കും. ചാണകമായാലോ അല്ലെങ്കിൽ വേറെ ഏത് ജീവികളുടെയും കാഷ്ടം വീണ് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ പ്രവർത്തിച്ചിട്ട് ഇതിനെ വേഗം മണ്ണിനോട് ചേർക്കും, ദ്രവിപ്പിച്ച്. അതിൽ ബാക്ടീരിയയാണ്. യൂറിനിലാണ്, മറ്റേ മൂത്രത്തിലാണ് യൂറിയ ഉള്ളത്, നൈട്രജനൊക്കെ. അതുപോലെ പക്ഷികളുടെ കാഷ്ടത്തിൽ വിസർജ്യം. കാഷ്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് യൂറിൻ വേറെ ഇല്ലല്ലോ, അതിൽ നല്ല ആ വെള്ള നിറത്തിൽ കാണുന്ന ഭാഗത്ത് മുഴുവൻ യൂറിയ ആയിരിക്കും. പിന്നെ കള വളരുന്ന കൊണ്ടുള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു ഗുണമല്ല, ഒരുപാട് ഗുണമുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കള മണ്ണ് നനഞ്ഞു തുടങ്ങി, ചെറുതായിട്ടൊന്ന് ചാറി മഴ ചാറിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പുല്ലുകൾ വരാൻ തുടങ്ങും. പിന്നെ മഴ കനക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കളകൾ വന്ന് നല്ല കനത്തിൽ വളർന്നു നിൽക്കുമ്പോൾ മേൽമണ്ണ് ഒലിച്ചു പോവില്ല. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വളമായാലും അല്ലെങ്കിൽ നമ്മളുടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള മേൽമണ്ണുണ്ടല്ലോ, മേൽമണ്ണാണല്ലോ ഏറ്റവും പ്രധാനം. അത് ഒലിച്ചു പോകാതെ നോക്കുന്നത് കളകളാണ്. പിന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് മണ്ണിൽ തട്ടാതിരിക്കാൻ സഹായിക്കുന്നത് കളകളാണ്. അതുമാത്രമല്ല,
വായു നേരിട്ട് ഭൂമിയിലടിച്ചാലും ജലാംശം വറ്റിപ്പോവും, മണ്ണ് വരണ്ടു പോവും. അതില്ലാതെ സംരക്ഷിക്കുന്നതും കളകളാണ്. സൂര്യപ്രകാശം സ്വീകരിച്ച് തിരിച്ച് മണ്ണിലേക്ക് കൊടുക്കുന്നതും കളകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിളകളേക്കാൾ പ്രാധാന്യം കളകൾക്കാണ്. വിളകളേക്കാൾ പ്രാധാന്യം കളകൾക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് വിളകൾ വരുന്നുള്ളൂ. നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കളകളുടെ കാല് പിടിക്കണം. ഇപ്പം ഓരോ സസ്യങ്ങൾ കളയായാലും അതിന് അടിയിലേക്ക് വേരുണ്ടാവുമല്ലോ, അടിയിലേക്ക് വേരും വളരും. ഈ വേരിലും ഉണ്ടാവുമല്ലോ ജൈവാംശം, അത് അഴുകിക്കഴിഞ്ഞാൽ അതും വളമായി തീരും. പ്ലസ് മണ്ണ് ഇളക്കും. ഈ വേര് ദ്രവിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം കാലിയായി, അപ്പം മണ്ണ് അവിടുത്തെ ഇളകിയില്ലേ. പിന്നെ ഒരു കള വളർന്നു കഴിഞ്ഞാൽ ആ കളയുടെ അടിഭാഗത്ത് മണ്ണിൽ ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടും, സൂക്ഷ്മമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ. വേറൊരു കള വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലുണ്ടാകുന്നത് വേറൊരു തരം ആവാസ വ്യവസ്ഥയാണ്. ഓരോ സസ്യത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊടുക്കുന്നതും ഭൂമിയിൽ നിന്ന് സസ്യം വലിച്ചെടുക്കുന്നതും വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂലകങ്ങളായിരിക്കും. അതിൻ്റെ ചുവട്ടിൽ വരുന്ന സൂക്ഷ്മജീവികൾക്കും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അതുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി കൂട്ടണം എന്ന് പറയുന്നത്. ഇപ്പോൾ കൃഷിയായാലും കളകൾ പിന്നെ ഡൈവേഴ്സിറ്റി കൂട്ടിയിട്ടാണ് അവർ വരിക. ഒരുപാട് കളകൾ വരും. ഭൂമിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾക്ക് വ്യത്യാസം ഉണ്ടാവും, തിരിച്ച് ഭൂമിക്ക് കൊടുക്കുന്നതിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഡൈവേഴ്സിറ്റി കൂട്ടിക്കൊണ്ടുവരണം. കളകൾക്ക് അധികം ആയുസൊന്നുമില്ല, മാക്സിമം ഒരു വർഷമൊക്കെ അത് ജീവിക്കുക. നല്ലൊരു വേനൽ വന്നാൽ അത് കഴിഞ്ഞു, പിന്നെ അടുത്ത മഴ വരുമ്പോഴല്ലേ മുളയ്ക്കുള്ളൂ. അപ്പോൾ ഇതെന്താ ഉണ്ടാവണം, തിരിച്ച് മണ്ണിലേക്ക് തന്നെ ചേരുകയാണ്. ബ്രേക്ക് വേണം. ഓക്കെ, ഒരു ബ്രേക്ക് ആവും.